ഹായ് ഗൈസ്, എപ്പോഴെങ്കിലും തക്കാളി ചോറ് നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എൻ്റെ അമ്മൻ്റെ സ്പെഷ്യൽ തക്കാളി ചോറാണ് കേട്ടോ. അപ്പോൾ അതിനായി ആദ്യം വേണ്ടത് ഒരു 5 തക്കാളിയും 4 വെല്ലുള്ളിയും പിന്നെ 4 മാഗി ക്യൂബാണ്. അത് 2 ബോക്സ് മാഗി ക്യൂബ്. എന്നിട്ടൊരു പാനിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വലിയ 4 ഉള്ളിയില്ലേ, സവാള, അതിങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഉള്ളി ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷെ ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 to 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എരിവ് അനുസരിച്ച് മുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ ഞങ്ങൾ 3 മുളക് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എരിവ് അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞങ്ങളിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുണ്ട്, അത് കാരണമാണ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളിയില്ലേ, അത് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് അടിച്ച് മിക്സിയിൽ തന്നെ ഒഴിച്ചിട്ട് അതിലേക്ക് അത് നന്നായി കുലുക്കിയിട്ട് അങ്ങനെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 4 മാഗി ക്യൂബ് ഇതുപോലെ ഉടച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ മാഗി ക്യൂബ് നന്നായിട്ട് അലിയണത് വരെ നമ്മൾ എല്ലായിടത്തേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് രുചി നല്ലോണം ഉണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മസാല ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു പിടി നിറച്ച് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, അതായത് പറ്റിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിതിലേക്ക് അരി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ 1.5 കിലോ അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ബിരിയാണി അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അടിഭാഗം ഒന്ന് കരിഞ്ഞു പോകും.
ഇനി അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് മസാല എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മസാല എല്ലായിടത്തേക്കും നന്നായി പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക. അങ്ങനെ കറക്റ്റ് കണക്കിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കറക്റ്റ് കണക്ക് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചെടുക്കാൻ. കൂടാതെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാൻ എത്ര സമയമൊന്നുമില്ല. അരി എത്ര നേരമാണോ സാധാരണ വേവിക്കൽ അത്ര നേരം വേവിച്ചാൽ മതി. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ അത് നന്നായിട്ട് വേവുന്നത് വരെ വേവിക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ മൂടി ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചുവെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സിമ്പിളാണ്. നമ്മൾ ഈ വീട്ടിൽ തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം ആ തട്ടിക്കൂട്ടിൻ്റെ പകരം തക്കാളി ചോറ് ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഒരേപോലെ ഇഷ്ടപ്പെടും. അപ്പം ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ ബായ്. പിന്നെ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ.